നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിനെ സൂക്ഷിച്ച് നോക്കുക. നമ്മുടെ കർത്താവ് നമുക്ക് വഹിക്കുവാനായി നൽകിയിട്ടുള്ള ക്രൂശിനെ സ്നേഹത്തോടുകൂടെ സ്വീകരിക്കുക. ഇതാണ് ഒരു ദൈവ പൈതലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. അവൻ്റെ ഈ ഭൂമിയിലെ ജീവിതത്തിൻ്റെ അർത്ഥം നിർണ്ണയിക്കുന്നത് അവൻ ആ ക്രൂശിനെ എത്രത്തോളം നോക്കുന്നു, അതിനെ സ്വീകരിക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലേക്ക് നമ്മളൊന്ന് നോക്കുന്ന സമയത്ത് അതിക്രൂരമായ പീഡനങ്ങളിലൂടെ കടന്നുപോയ മണിക്കൂറുകൾ, ഉറക്കിളപ്പ്, ചാട്ടവാറടി, ഒറ്റിക്കൊടുക്കൽ, ഇൻസൾട്ടുകൾ, മുഖത്ത് തുപ്പുന്നത്, മുഖത്തെ രോമം വലിച്ചു പറിക്കുന്നത്, തലയിൽ മുള്ളുകൊണ്ടുള്ള ഒരു കിരീടം ചാർത്തിയത്, 39 പ്രാവശ്യം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ ചാട്ടവാറുകൾ കൊണ്ട് അടിച്ചത്, ഇതിൻ്റെ എല്ലാം അവസാനം ക്രൂശ് ചുമന്നുകൊണ്ട് യേശു കർത്താവിനെ കാൽവറി മലയിൽ ക്രൂശിക്കുന്നതിന് വേണ്ടി കൊണ്ടുപോയി. ഗോൽഗോത്തായിൽ എത്തിയതിനു ശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിൻ്റെ മുകളിൽ കിടത്തിയതിനു ശേഷം തൻ്റെ ഇരു കാലുകളിലും തൻ്റെ ഇരു കൈകളിലും ആണി അടിച്ച് ക്രൂശിനോട് തൻ്റെ ശരീരത്തെ തറച്ചു വെച്ചു. അതിനുശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശോടുകൂടെ തന്നെ ഉയർത്തി അവിടെ ഒരുക്കി വെച്ചിട്ടുള്ള ആ കുഴിയിൽ ക്രൂശിൽ കിടക്കുന്ന യേശുവിനെ ക്രൂശോടുകൂടെ ഇടുന്ന ആ ഒരു സമയം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അസ്ഥികളെല്ലാം വേർപെട്ടു പോയ സമയം, അർദ്ധനഗ്നനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ കർത്തവ്യം പൂർത്തീകരിക്കുന്നതിനു വേണ്ടി മൂന്നാണിമേൽ തൂങ്ങി ആ ക്രൂശിൻ്റെ മേൽ കിടക്കുകയാണ്. സ്വർഗത്തിനും ഭൂമിക്കും മധ്യേ, രണ്ട് കള്ളന്മാരുടെ മധ്യേ 6 മണിക്കൂർ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൻ്റെ മേൽ കിടന്നു. നമ്മുടെ സമയം വെച്ച് നോക്കുകയാണെങ്കിൽ രാവിലെ 9 മണിക്ക് നടന്ന ക്രൂശീകരണം, 9 മണി മുതൽ 12 മണി വരെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ജീവനോടുകൂടെ ആ ക്രൂശിൽ കിടക്കുകയാണ്. ഈ സമയം അവിടെ നിൽക്കുന്ന ചിലർ കരയുകയാണ്. അവിടെ നിൽക്കുന്ന പലരും യേശു കർത്താവിനെ പരിഹസിക്കുകയാണ്. നടന്നു പോകുന്നവർ തലകുലുക്കി യേശു കർത്താവിനെ കളിയാക്കുന്നു എന്നുള്ളതാണ് നമുക്ക് വചനത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. 9 മണി മുതൽ 12 മണി വരെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ജീവനോടുകൂടെ ആ ക്രൂശിൽ ഉണ്ടായിരുന്നു. നട്ടുച്ചയ്ക്ക് 12 മണിയായ സമയത്ത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഏലി ഏലി ലമ്മ ശബക്താനി, പിതാവേ എന്നെ കൈവിട്ടതെന്ത് എന്ന് പറഞ്ഞ് ഉറക്ക നിലവിളിച്ച് തൻ്റെ പ്രാണനെ, തൻ്റെ ആത്മാവിനെ പിതാവിന് ഏൽപ്പിക്കുന്ന സമയം ദേശം മുഴുവൻ കൂരിരുട്ടുണ്ടായി. ഏകദേശം 3 മണിക്കൂർ, 12 മണി മുതൽ 3 മണി വരെയുള്ള സമയം കൂരിരുട്ടാൽ ആ ദേശം മുഴുവനും നിറഞ്ഞു. സ്വർഗത്തിൻ്റെ നീതി സൂര്യൻ, സ്വർഗത്തിൻ്റെ വെളിച്ചം ഈ ഭൂമിയിലെ മനുഷ്യരുടെ പാപങ്ങളുടെ പ്രായശ്ചിത്തത്തിന് പരിഹാരത്തിന് വേണ്ടി ക്രൂശിൻ്റെ മേൽ തൂങ്ങി ബലിയാകുന്ന സമയം സൂര്യന് പോലും അത് കണ്ടു നിൽക്കുവാൻ സാധ്യമായില്ല. പ്രപഞ്ചം മുഴുവനും ആ തിരുയാഗത്തിന് സാക്ഷി നിന്നത് കരച്ചിലോടുകൂടിയായിരുന്നു എന്നുള്ളത് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്ന വസ്തുതയാണ്. 12 മണി മുതൽ 3 മണി വരെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരം ആ ക്രൂശിൻ്റെ മേൽ തൂങ്ങി നിന്നിരുന്നു. രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെ 6 മണിക്കൂർ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരം ആ ക്രൂശിൻ്റെ മേൽ തൂങ്ങി. കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്, പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതി ആകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപം ആക്കി. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാനവജാതിക്ക് വേണ്ടി, എനിക്ക് വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടിയും, ഈ ഭൂമിയിൽ പിറക്കുവാനിരിക്കുന്നവർക്ക് വേണ്ടിയും ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയും യേശു കർത്താവ് തൻ്റെ ശരീരത്തിൽ അവരുടെ ജന്മപാപങ്ങളെയും കർമ്മപാപങ്ങളെയും വഹിച്ചുകൊണ്ട് മരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ജീവൻ ഭരമേൽപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതെ, ഗോഡ് വാസ് ഡെഡ് അറ്റ് ദാറ്റ് മോമെൻറ്റ്. ദൈവപുത്രൻ യേശു ക്രിസ്തു, തൃത്വത്തിൽ രണ്ടാമനായ യേശു ക്രിസ്തു മരിക്കുന്ന കാഴ്ചയാണ് നമ്മളവിടെ കാണുന്നത്. ക്രൂശ് ഒരു യാഗപീഠമാകുകയും ദൈവപുത്രൻ ഒരു യാഗമൃഗമാകുകയും ചെയ്യുന്ന കാഴ്ചയാണ്. സ്വന്തം പാപത്തിനു വേണ്ടിയല്ല, യേശു ക്രിസ്തുവിൻ്റെ പാപത്തിനു വേണ്ടിയല്ല. ജന്മപാപവും കർമ്മപാപവും ഇല്ലാത്ത യേശു ക്രിസ്തു ഈ ഭൂമിയിൽ പിറന്നു വീഴുന്ന മനുഷ്യൻ്റെ പാപം തൻ്റെ ശരീരത്തിലാക്കി തൻ്റെ ജീവനെ കളയുന്ന, ജീവനെ ഏൽപ്പിച്ചു കൊടുക്കുന്ന, യാഗമാക്കി തീർക്കുന്ന, മറുവിലയായി നൽകുന്ന കാഴ്ചയാണ് നമ്മൾ ക്രൂശിൽ കാണുന്നത്. ദൈവം പാപത്തെ എത്ര വെറുക്കുന്നു എന്നുള്ളത് നമ്മൾ കാണണമെന്നുണ്ടെങ്കിൽ യേശു കർത്താവിൻ്റെ ക്രൂശ് മരണം നമ്മൾ കണ്ടാൽ മതി. ദൈവം പാപത്തെ എത്രത്തോളം ന്യായവിധി നടത്തും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലെ മരണം കണ്ടാൽ മതി. തൻ്റെ സ്വന്തം പുത്രനെ ഏൽപ്പിച്ച് കൊടുക്കത്തക്ക രീതിയിൽ പാപത്തിന് നീതിയും ന്യായവിധിയും നടത്തിയ ദൈവത്തിൻ്റെ ആ പ്രത്യേക ദിവസം. എബ്രായർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശു ക്രിസ്തുവിനെ നോക്കുക. അവൻ തൻ്റെ മുന്നിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലത് ഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. നമ്മളുടെ ഈ ക്രിസ്തീയ ജീവിതം നമ്മൾ ഈ ഭൂമിയിൽ നയിക്കുന്ന സമയത്ത് നമുക്ക് എവിടെയെങ്കിലും നമ്മുടെ കണ്ണ് പതിപ്പിക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലാണെന്നാണ് ദൈവത്തിൻ്റെ വചനത്തിൽ
നമ്മളോട് ഈ വചനം ആവശ്യപ്പെടുന്നത്. അതിനുവേണ്ടി വി നീഡ് ടു ലുക്ക് അവേ ഫ്രം ദ ചലഞ്ചസ് ആൻഡ് ഡിസ്ട്രാക്ഷൻസ്. ഒരു ഓട്ടക്കളത്തിൽ ഓടുന്നവനെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി പേര് അവൻ്റെ ചുറ്റിനുമുണ്ട്. അനേകർ അവനെ ധൈര്യപ്പെടുത്തുന്നുണ്ട്, അനേകർ അവനെ പരിഹസിക്കുന്നുണ്ട്, എൻകറേജ് ചെയ്യുന്നവരുമുണ്ട്, ഡിസ്കറേജ് ചെയ്യുന്നവരുമുണ്ട്. എന്നാൽ അതിനെയെല്ലാം മാറ്റിവെച്ചതിന് ശേഷം, ഡിസ്ട്രാക്ഷൻസിനെ മാറ്റിവെച്ചതിന് ശേഷം, നമ്മുടെ ശ്രദ്ധ മാറ്റിക്കളയുന്ന എന്തിനേയും മാറ്റിവെച്ചതിന് ശേഷം നമ്മുടെ ലക്ഷ്യസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ നോക്കുക എന്നുള്ളതാണ്. നമ്മുടെ ടാർഗറ്റ് നമ്മൾ ഒരിക്കലും മാറിപ്പോകരുത്. യേശു ക്രിസ്തുവിനെ നോക്കുക. യേശു ക്രിസ്തുവിനെ നോക്കുന്ന സമയത്ത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് തെളിഞ്ഞു വരുന്നു എന്നുള്ളതാണ് എബ്രായ ലേഖന കർത്താവ് നമ്മളോട് പറയുന്നത്. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എൻ്റെ സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. നമ്മുടെയൊക്കെ ചുറ്റിനും അനേക പർവ്വതങ്ങളുണ്ട്, നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുവാൻ, നമ്മുടെ ഹൃദയത്തെ ക്ഷീണിപ്പിച്ച് കളയുവാൻ. നീ ഒന്നുമില്ലെന്ന് നിന്നെ തന്നെ ധരിപ്പിക്കത്തക്ക രീതിയിൽ, നിന്റെ കഴിവും സാമർഥ്യവും നിന്റെ ശക്തിയുമെല്ലാം ശോഷിച്ച് ഒന്നുമില്ലാതായി തീർന്നു എന്ന് നിന്നെ വിശ്വസിപ്പിക്കത്തക്ക രീതിയിൽ അനേക ഡിസ്ട്രാക്ഷൻസ് നമ്മുടെ മുൻപിലുണ്ടായേക്കാം, നമ്മുടെ ഇരുവശങ്ങളിലും ഉണ്ടായേക്കാം. എന്നാൽ ഇതിൻ്റെ എല്ലാം നടുവിൽ നമുക്ക് കണ്ണു പതിപ്പിക്കുവാനുള്ളത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ തന്നെ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ നമ്മൾ ആരെയാണ് നോക്കേണ്ടത്? വി ഓൾവേസ് നീഡ് ടു ഫിക്സ് അവർ ഐസ് ഓൺ ദ ടാർഗറ്റ്. നമുക്കിവിടെയുള്ള നമ്മുടെ ടാർഗറ്റ് എന്താണ്? നമ്മൾ ആരിലാണ് നോക്കേണ്ടത്? വിശ്വാസത്തിൻ്റെ നായകനും, അതായത് നമ്മുടെ ഈ വിശ്വാസ ജീവിതം തുടങ്ങി വെച്ചത് നമ്മളൊന്നുമല്ല, അതിൻ്റെ നായകൻ, ദി ഓദർ, അതിൻ്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. ഇത് യേശു ക്രിസ്തുവിൻ്റെ ഓട്ടമാണ്. ഇനിയും അടുത്തതെന്ന് പറയുന്നത് ഹീസ് എ പെർഫെക്റ്റർ, നമ്മുടെ ഓട്ടത്തെ പൂർത്തീകരിക്കുന്നവനും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ഹീസ് ദ ഫിനിഷർ, ദ ക്യാപ്റ്റൻ ആൻഡ് ദ ലീഡർ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ് നമ്മുടെ ഈ ഓട്ടത്തെ തുടങ്ങിയതെങ്കിൽ ഇതിനെ ക്യാപ്റ്റൻ ചെയ്ത് ഇതിനെ നയിച്ച് മുന്നോട്ട് കൊണ്ടുപോകുവാനും ഇതിനെ ഫിനിഷ് ചെയ്യുവാനും പൂർത്തീകരിക്കുവാനും കഴിവുള്ളത് ആ നേതാവായിരിക്കുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ് എപ്പോഴും എന്നുള്ളത് നമ്മൾ നോക്കുക. എന്നാൽ ഓടേണ്ടത് നമ്മളാണ്. നമ്മൾ ഓടിയേ മതിയാവുകയുള്ളൂ. ഈ ഓട്ടം നമ്മൾ ഓടി തികച്ചേ മതിയാവുകയുള്ളൂ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുത്ത് എത്തുന്നിടം വരെയും എല്ലാ ചലഞ്ചസിനെയും നമ്മൾ മാറ്റിവെച്ചതിന് ശേഷം നമ്മളിത് ഓടി തികച്ചേ മതിയാവുകയുള്ളൂ. ഇത് തികക്കേണ്ടിയ ഒരോട്ടമാണ്. ഇത് പകുതി വെച്ച് നിർത്തേണ്ടിയ ഒരോട്ടമല്ല, എന്നാൽ ഇത് പൂർത്തീകരിക്കേണ്ട ഒരോട്ടമാണ്. നമ്മൾ ഓടണം. നമ്മൾ ഓടുവാൻ തയ്യാറായാൽ ഇതിനെ പൂർത്തീകരിക്കുവാൻ കഴിവുള്ള ദൈവം നമ്മളോട് കൂടെയുണ്ട് എന്നുള്ളതാണ് ഈ വചനം നമ്മളോട് പറയുന്നത്. റിഗാർഡ്ലെസ് ഓഫ് വാട്ട് എവർ ചലഞ്ചസ് ആൻഡ് ഒബ്സ്റ്റക്കിൾസ് യു ആർ ഫേസിങ് റൈറ്റ് നൗ, ഫിക്സ് യുവർ ഐസ് ഓൺ ജീസസ്. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിനെ നോക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നത്. യേശു കർത്താവ് ക്രൂശിൽ കിടന്ന സമയത്ത് ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്, അവൻ ക്രൂശിനെ നോക്കി എന്നുള്ളതാണ്. ദാറ്റ് വാസ് എ ടാർഗറ്റ്. യേശു ക്രിസ്തു ക്രൂശിനെ നോക്കി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അപമാനമെല്ലാം അലക്ഷ്യമാക്കി എന്നുള്ളതാണ് പറയുന്നത്. എന്നിട്ട് മറ്റൊരു കാര്യം അവിടെ പറയുന്നുണ്ട്. ക്രൂശിനെ മാത്രമല്ല നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നോക്കിയത്. ദർ ഈസ് സംതിങ് ബിയോണ്ട് ദ ക്രോസ്, അതായത് തൻ്റെ മുൻപിൽ വെച്ചിരിക്കുന്ന സന്തോഷമോർത്തു എന്നുള്ളതാണ്. ക്രോസ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും കാണും. നമ്മുടെ കർത്താവ് നമുക്ക് വഹിക്കുന്നതിന് വേണ്ടി നൽകിയിട്ടുള്ള ക്രൂശ് നമ്മുടെ മുൻപിൽ കാണും. എന്നാൽ അതിൻ്റെ അപ്പുറത്തുള്ള സന്തോഷത്തിലേക്ക് നമ്മുടെ കണ്ണ് പതിപ്പിക്കണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നത്. യേശു ക്രിസ്തു അങ്ങനെയാണ് ചെയ്തത്. ക്രൂശിൽ നോക്കിയെങ്കിലും ദർ ഈസ് സംതിങ് ബിയോണ്ട് ദ ക്രോസ്, ക്രൂശിനപ്പുറമുള്ള ദൈവികമായിട്ടുള്ള സന്തോഷത്തിൽ, ദൈവം നമുക്ക് നൽകുവാനിരിക്കുന്ന സന്തോഷത്തിൽ നമ്മുടെ കണ്ണ് പതിപ്പിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുകയാണ്. നമുക്കൊരു വിശ്വാസം വേണമെന്ന് ഈ വചനം നമ്മളോട് പറയുകയാണ്. വെറും വിശ്വാസം മാത്രമല്ല, എ ട്രയംഫന്റ് ഫെയ്ത്ത്, അതായത് വിജയിക്കുന്ന വിശ്വാസം. വിശ്വാസം ഇപ്പോഴത്തെ കാര്യത്തിനു വേണ്ടി മാത്രമല്ല, എന്നാൽ സകലതും സമാപ്തി വരുത്തുവാൻ കഴിവുള്ളൊരു ദൈവം നമ്മളോട് കൂടെയുണ്ട്. ജയം നമുക്കുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്ന് ഈ വചനം നമ്മളോട് പറയുന്നു. എന്നാൽ നിർഭാഗ്യം എന്ന് പറയട്ടെ, നമ്മുടെ പ്രാദേശിക സഭകളിലും കൂട്ടായ്മകളിലും ക്രൂശിനെ ഉയർത്തുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ക്രൂശ് നമ്മുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് ക്രൂശിനെ നീക്കി വെച്ചതിന് ശേഷം കാര്യപരിപാടികളിലേക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുന്ന ഒരു കാര്യമാണ് സഭയുടെ രാഷ്ട്രീയ കോമാളിത്വത്തിൽ നമ്മൾ കാണുന്നത്. എന്നാൽ ദൈവസഭയെന്ന് പറയുന്നത് ഒരിക്കലും രാഷ്ട്രീയമല്ല. ദൈവസഭയുടെ ഏറ്റവും കേന്ദ്ര വിഷയമെന്ന് പറയുന്നത് ദൈവമാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശാണ്. ക്രൂശിനെ ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ വഹിക്കുന്നതിന് വേണ്ടി നമ്മുടെ കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുകയാണ്. കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. 1 കൊരിന്ത്യർ 2-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ക്രൂശിക്കപ്പെട്ടവനായ യേശു ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ അടുക്കൽ ഇരിക്കണമെന്ന് ഞാൻ നിർണയിച്ചു. അതായത് പൗലോസിനെ സംബന്ധിച്ചിടത്തോളം താൻ ഒരു സഭയിൽ ആയിരുന്ന സമയത്ത് തൻ്റെ ഏക ലക്ഷ്യമെന്ന് പറയുന്നത് ഫോർഗെറ്റ് അബൌട്ട് എവറിത്തിങ്, ഓൾ ചർച്ച് പൊളിറ്റിക്സ്, ഈ സഭയിലുള്ള എല്ലാം മാറ്റി ബാക്കിയുള്ള
സകലത്തിനെ മാറ്റി ഒരൊറ്റ കാര്യം മാത്രം തനിക്ക് മതിയെന്ന് താൻ പറയുകയാണ്. അതെന്ന് പറയുന്നത് ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ മാത്രം അറിഞ്ഞുകൊണ്ട് ജീവിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിനെയും കർത്താവ് നിങ്ങൾക്ക് വഹിക്കുവാനായി നൽകിയിട്ടുള്ള ക്രൂശിനെയും ചിന്തിക്കുന്നതിന് വേണ്ടി ഒരു മനസ്സുണ്ടെങ്കിൽ ആ ഒരൊറ്റ നോളജ് മാത്രം മതി നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ആവശ്യമായിരിക്കുന്നത്. ഈ ക്രൂശിനെ കാണേണ്ടത്, ഈ ക്രൂശിനെ വഹിക്കേണ്ടത് ഏതെങ്കിലും ഒരു ദിവസം മാത്രമല്ല. ഈസ്റ്റർ എന്ന് പറയുന്ന ഒരു ദിവസം മാത്രമല്ല ഇത് നടക്കുന്നത്. ഈസ്റ്ററിന് വേണ്ടി മാത്രം, ദുഃഖ വെള്ളിയാഴ്ചയ്ക്ക് വേണ്ടി മാത്രം ക്രൂശ് മാറ്റിവെച്ചിട്ടുള്ള ഒരു അനുഭവമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ദുഃഖ വെള്ളിയാഴ്ചയ്ക്ക് വേണ്ടി ക്രൂശ് പണിതിട്ടില്ല. ക്രൂശ് എന്ന് പറയുന്നത് എല്ലാ കൂട്ടായ്മകളിലും കാണാം. വിശ്വാസികളെ സംബന്ധിച്ച് നമ്മുടെ അനുദിനം നമ്മുടെ മുൻപിൽ ക്രൂശിൻ്റെ ചിത്രം വെളിപ്പെട്ടുകൊണ്ടേയിരിക്കണം. നമ്മുടെ ദൈനംദിന ജീവിതത്തിലും ഓരോ മണിക്കൂറുകളിലും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് തെളിഞ്ഞു തന്നെ നിൽക്കുക വേണം. ഇങ്ങനെയാണ് ഒരു വ്യക്തി പറഞ്ഞിട്ടുള്ളത്, ഓൾ ഓഫ് അവർ താങ്ക്ഫുൾനെസ് ഷുഡ് ബി അറ്റാച്ച്ഡ് ടു ദ ക്രോസ്. അതായത് നമുക്ക് ദൈവത്തോട് എന്തെങ്കിലും നന്ദി പറയാനുണ്ടെങ്കിൽ നമുക്ക് നന്ദി പറയുവാനുള്ള ഒരൊറ്റ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു എന്നുള്ളതാണ്. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് അത് നമ്മുടെ പ്രശംസയായി തീരണമെന്ന് ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു. ഹൗ ക്യാൻ യു എവർ ബി അൺഗ്രേറ്റ്ഫുൾ ഫോർ എനിത്തിങ് അറ്റ് ഓൾ? നിങ്ങളുടെ ജീവിതത്തിലെ എന്തെങ്കിലും മറ്റ് കഷ്ടപ്പാടുകൾ, നിങ്ങളുടെ പ്രതികൂലങ്ങളെ ഓർത്ത് നിങ്ങൾക്ക് എങ്ങനെ നന്ദി പറയാതിരിക്കുവാൻ സാധ്യമായി തീരും? നന്ദി പറയുവാനുള്ള ഒരു വിഷയം നമുക്കുണ്ട്. അതെന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലൂടെ ലഭ്യമാകുന്ന നിത്യജീവനും നീതീകരണവുമാണ്. ക്രൂശ് എന്ന് പറയുന്നത് പ്രസംഗങ്ങളിൽ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. ക്രൂശ് എന്ന് പറയുന്നത് ഒരു പോപ്പുലർ സബ്ജക്റ്റേ അല്ല. ഒരുപക്ഷെ ക്രൂശിനെ കുറിച്ച് ഇനഫ് സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളൊരു തൃപ്തി അടയുന്ന അനുഭവമായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ക്രൂശിനെ പൂർണ്ണമായിട്ടും അവഗണിച്ചതായിരിക്കാം. എന്നാൽ ക്രൂശ് എന്ന് പറയുന്നത് ഒരു പോപ്പുലർ ടോപ്പിക്കേ അല്ല. ഇപ്പോഴത്തെ ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് വളരെ രസകരമാണ്. വിശുദ്ധ വേദോത്സവവുമായി ഒരു ബന്ധവുമില്ലാത്ത വിഷയങ്ങളെ എടുത്ത് പ്രസംഗിക്കുകയും അതിനെ ഏറ്റെടുത്ത് അയവിറക്കുകയും ചെയ്യുന്ന ഒരു വിശ്വാസ സമൂഹമായി നമ്മൾ തീരാതിരിക്കുന്നതിന് വേണ്ടി ക്രൂശിനെ നമ്മളുടെ സഭയുടെയും സഭാരാധനകളുടെയും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെയും അനുദിനം അതിൻ്റെ കേന്ദ്ര വിഷയമാക്കി തീർത്തുകൊണ്ടേയിരിക്കണം. ഇന്നത്തെ ഈ ലോകത്തിലെ ഹീറോസ് ആരൊക്കെയാണ്? നായകന്മാർ ആരൊക്കെയാണ്? രാഷ്ട്രത്തലവന്മാരെ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരിൽ ഏറ്റവും കൂടുതൽ യുദ്ധം ചെയ്ത് ശത്രുക്കളെ നശിപ്പിക്കുവാൻ ആർക്ക് കഴിവുണ്ടോ അവരാണ് നായകരെന്ന് പറയും. അവരൊരു പക്ഷേ നേരിട്ടല്ലായിരിക്കും അത് ചെയ്യുന്നത്, അവർക്കത് ചെയ്യുന്നതിന് വേണ്ടി പടയാളികൾ കാണും. എന്നാൽ യുദ്ധം ചെയ്യാതിരിക്കുന്ന ഒരു നായകനെ സംബന്ധിച്ചിടത്തോളം അവനൊരു തോൽവിയായിട്ട് ലോകം മുഴുവനും കണക്കാക്കപ്പെടും. ചലച്ചിത്രങ്ങളിലാണെങ്കിലും വാർത്താ മാധ്യമങ്ങളിലാണെങ്കിലും ആരെയാണ് ഏറ്റവും കൂടുതൽ എംബ്രേസ് ചെയ്യുന്നത്, ആരെയാണ് ഏറ്റവും കൂടുതൽ സ്തുതിക്കുന്നത് അല്ലെങ്കിൽ പ്രകീർത്തിക്കുന്നത്, ആർക്ക് ആരെയൊക്കെ എത്രയും കൂടുതൽ കൊല്ലുവാൻ കഴിവുണ്ടോ അവരെ പ്രകീർത്തിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മുടെ ഹീറോയിസം വന്നുകൊണ്ടിരിക്കുകയാണ്. ഹീറോ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിൻ്റെ നടുവിൽ ഒരു ഹീറോ, യഥാർത്ഥ ഹീറോ, സ്വർഗത്തിലെ ദൈവപുത്രൻ ഈ ഭൂമിയിൽ ഇറങ്ങി വന്ന സമയത്ത് ഒരൊറ്റ മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്നും തൻ്റെ ഒരു വാക്കുകൊണ്ടോ ഒരു പ്രവൃത്തി കൊണ്ടോ ഒരു തുള്ളി രക്തം പോലും താൻ പൊടിപ്പിച്ചില്ല. എപ്പോഴും മുറിവ് കെട്ടിയും പാവപ്പെട്ടവരുടെയും അശരണരുടെയും കുഷ്ഠരോഗികളുടെയും വീടുകളിൽ സന്ദർശിച്ചും അവരോടുകൂടെ അത്താഴം കഴിച്ചും അവരോട് കൂടെ സമയം ചെലവഴിച്ചും അവർക്ക് വേണ്ടി ജീവിച്ച് മരിക്കുകയും ചെയ്ത നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ജീവനെ നൽകി തൻ്റെ ഹീറോയിസം കാണിച്ചു എന്നുള്ളതാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത്. യേശു ഇന്നൊരു പക്ഷേ നമ്മുടെ ഇടങ്ങളിലേക്ക് വന്നാൽ, നമ്മുടെ തെരുവുകളിലേക്ക് വന്നാൽ ഒരു പക്ഷേ മനുഷ്യർ അംഗീകരിക്കുക പോലുമില്ല. യേശുവിനെ ഒരു ഹീറോ ആയിട്ട് ആരും കാണുക പോലുമില്ല. എന്നാൽ യേശു ക്രിസ്തുവാണ് യഥാർത്ഥ ഹീറോ, യഥാർത്ഥ നായകൻ. അവൻ ഈ ഭൂമിയിൽ തൻ്റെ ജനത്തിനു വേണ്ടി വരിക മാത്രമല്ല, താഴ്ന്നിറങ്ങി വന്ന യേശു കർത്താവ് ഒരു ദാസനെ പോലെ വേഷമെടുത്ത് താൻ മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യുവാൻ തൻ്റെ ജീവിതത്തെ സമർപ്പിച്ചു കൊടുത്തു. ശുശ്രൂഷ ചെയ്യുക മാത്രമല്ല, അവസാനം താൻ ആരെ ശുശ്രൂഷിച്ചോ അവർക്ക് വേണ്ടി തൻ്റെ ജീവനെയും വെച്ച് നൽകിയതായി വിശുദ്ധ വേദപുസ്തകത്തിൽ നമ്മൾ പറയുന്നുണ്ട്. എന്നിട്ട് യേശു കർത്താവിനെ പിടിച്ചുകൊണ്ട് ക്രൂശീകരിക്കുവാനായി കൊണ്ടുപോയ സമയത്ത് ക്രൂശിൽ കിടന്നുകൊണ്ട് യേശു കർത്താവ് തന്നെ ക്രൂശിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ. എത്ര ശക്തിയുള്ള ഹീറോയിസമാണ് നമ്മളവിടെ കാണുന്നത്. തന്നെ നശിപ്പിക്കുന്നതിന് വേണ്ടി, തന്നെ കൊല്ലുന്നതിന് വേണ്ടി, തൻ്റെ മുൻപിൽ നിന്ന് തന്നെ ചാട്ടവാറടിച്ചും തൻ്റെ മുഖത്ത് തുപ്പിയും രോമങ്ങൾ പിഴുതുപറിച്ചും തൻ്റെ തലയിൽ മുള്ളുകൊണ്ടുള്ള കിരീടം നൽകിയവർക്ക് വേണ്ടി യേശു കർത്താവ് പ്രാർത്ഥിക്കുകയാണ്, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ. ഹീ ഈസ് മൈ ഹീറോ. ആ യേശുവാണ് എൻ്റെ ഹീറോ. ആ യേശു നമ്മുടെ എല്ലാവരുടെയും ഹീറോ ആയി തീരണം. എനിക്ക് നിങ്ങളെ എൻകറേജ് ചെയ്യുവാനുള്ള പ്രധാനപ്പെട്ട കാര്യം, സർവേ ദ വണ്ടർസ് ക്രോസ്. ക്രൂശിനെ നിങ്ങളെപ്പോഴും ധ്യാനിച്ചു കൊണ്ടിരിക്കണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിനെ നമ്മൾ ശരിയായ രീതിയിൽ നമ്മൾ ധ്യാനിക്കണം. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിനെ തെറ്റായ രീതിയിൽ ധ്യാനിക്കുന്നതിന് വേണ്ടി സാധ്യമായി തീരും. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ചിലർ ആ ക്രൂശെടുത്ത് തളർന്ന് അവരുടെ ജീവിതം അവസാനിപ്പിക്കുവാൻ ഒരുങ്ങിയിരിക്കുകയാണ്. കർത്താവ് നിങ്ങൾക്ക് വഹിക്കുവാൻ നൽകിയിട്ടുള്ള ക്രൂശ് നിങ്ങളെ തകർക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നിങ്ങൾ വന്ന് നിങ്ങളുടെ ജീവിതം അസ്തമിക്കുവാനായി പോകുന്ന ഒരു വേളയിൽ നിങ്ങൾ എത്തിയിരിക്കുന്നുവെങ്കിൽ, ഇറ്റ്സ് എ റോങ് വേ ടു ക്യാരി ഓർ ലുക്ക് അറ്റ് ദ ക്രോസ്.
ക്രൂശിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് നിങ്ങളുടെ വേദനകൾ മാത്രമല്ല ഇവിടെ കാണേണ്ടത്, ബട്ട് യു നീഡ് ടു ലുക്ക് ബിയോണ്ട്. നിങ്ങൾ ആ ക്രൂശിന് അപ്പുറത്തേക്ക് നോക്കണം. ക്രൂശിൻ്റെ അപ്പുറത്ത് മറഞ്ഞിരിക്കുന്ന സ്നേഹത്തെയും സന്തോഷത്തെയും ജോയിയെ നിങ്ങൾ കാണണം. അതുമാത്രമല്ല, അതിൻ്റെ അപ്പുറത്ത് മറഞ്ഞിരിക്കുന്ന ആ വലിയ ദൈവത്തിൻ്റെ ഗ്ലോറി, മഹത്വത്തെയും നമ്മൾ ദർശിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ക്രൂശിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മുടെ കഷ്ടപ്പാടുകളിലേക്ക് നമ്മൾ നോക്കി നമ്മുടെ ഹൃദയം ക്ഷീണിച്ച് അവശരായിരിക്കുവാനല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ലുക്ക് ബിയോണ്ട് ദ ക്രോസ്. ക്രൂശിനപ്പുറത്തേക്ക് നോക്കി ക്രൂശിൻ്റെ ഗ്ലോറി നമ്മൾ മനസ്സിലാക്കുക. അണ്ടർസ്റ്റാൻഡ് ദ ഗ്ലോറി ഓഫ് ദ ക്രോസ്. ക്രൂശ് എന്ന് പറയുന്നത് നമ്മൾ പ്രശംസിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോസ്തലനായ പൗലോസ് എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്? എനിക്കോ പ്രശംസിക്കുവാനുള്ളത് എൻ്റെ കർത്താവിലും കർത്താവിൻ്റെ ക്രൂശിലുമാണ്. ക്രൂശ് എന്ന് പറയുന്നത് ഒരു നാണക്കേടായി നമ്മൾ കാണരുത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വഹിക്കുവാനായി നൽകിയിട്ടുള്ള ക്രൂശിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ ഒരു നേരത്തേക്ക് നിങ്ങൾ ഉയരേണ്ടതായി വന്നാലും, മറ്റുള്ളവരുടെ മുൻപിൽ ഒരു കോമാളിയായി തീരേണ്ടി വന്നാലും പതറിപ്പോകരുത്. പ്രശംസിക്കുക. ഈ ക്രൂശ് നൽകിയത് യേശു ക്രിസ്തുവാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇതിനപ്പുറത്തുള്ള മഹത്വത്തെ മാത്രം നിങ്ങൾ നോക്കുക. അതിനുള്ളിലുള്ള പരിഹാസത്തെ നമ്മൾ കണ്ടില്ല എന്നടിക്കുക. ആ പരിഹാസം കേട്ട് നിങ്ങൾ തളർന്നു പോകാതെ മഹത്വത്തെ ദർശിക്കുന്നവരായി മുന്നോട്ട് പോകുവാൻ നമ്മുടെ കർത്താവ് നമുക്ക് കൃപ നൽകുമാറാകട്ടെ. ക്രൂശിൻ്റെ മഹത്വം നോക്കാതെ ക്രൂശിൻ്റെ കഷ്ടപ്പാടുകൾ മാത്രം നമ്മൾ നോക്കിയാൽ നമ്മൾ തളർന്നു പോകും. നമ്മുടെ രോഗങ്ങളെ കണ്ട് നമ്മൾ തളർന്നു പോകും. നമ്മുടെ ഒറ്റപ്പെടലുകളെ കണ്ട് നമ്മുടെ ജീവിതം തന്നെ ഇല്ലാതായി തീരും. എന്നാൽ ക്രൂശിൽ മാത്രം നോക്കാതെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആ ക്രൂശിനെ എങ്ങനെ ഓവർകം ചെയ്തു എന്നുള്ളതും കൂടെ നമ്മൾ ധ്യാനിക്കേണ്ടതായിട്ടുണ്ട്. ക്രൂശിൽ നമ്മൾ നമ്മുടെ കണ്ണ് പതിപ്പിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള എല്ലാത്തിൻ്റെയും വർത്ത്ലെസ്നെസ്, യോഗ്യതയില്ലായ്മയെ നമ്മൾ കാണുവാൻ സാധ്യമായി തീരും. ആ ക്രൂശിൻ്റെ അടുത്ത് ഈ ഭൂമിയിലുള്ള എന്തിന് അടുത്ത് വരുവാനുള്ള യോഗ്യതയുണ്ട്? ഈ ലോകത്തിലെ ബന്ധങ്ങൾക്കോ ഈ ലോകത്തിലെ സുഖ സൗകര്യങ്ങൾക്കോ ഒന്നും ആ ക്രൂശിൻ്റെ സ്നേഹത്തിൻ്റെ വർത്തിലേക്ക് വരുന്നതിന് വേണ്ടി അതിൻ്റെ അടുത്തേക്ക് പോലും കൊണ്ടുവരുവാൻ അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ആ ക്രൂശിനെ നമ്മൾ നോക്കുന്ന സമയത്ത് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളുടെയും യൂസ്ലെസ്നെസ്സിനെ നമ്മൾ മനസ്സിലാക്കുവാൻ സാധ്യമായി തീരും. ക്രൂശിനെ യഥാർത്ഥമായി നമ്മൾ കാണുകയാണെങ്കിൽ മറ്റുള്ള കാര്യങ്ങളുടെ ഉപയോഗശൂന്യതയെ നമ്മൾ മനസ്സിലാക്കും. ഈ ഭൂമിയിലെ റിലീജിയൻ, ഈ ഭൂമിയിലെ സംസ്കാരം, ഈ ഭൂമിയിലെ നമ്മുടെ കഴിവ്, മിടുക്ക്, നമുക്ക് എന്തെങ്കിലുമുള്ള നന്മകൾ, നമ്മുടെ കരിയർ, നമ്മുടെ ഉയർച്ചയോ താഴ്ചകളോ ഇതൊന്നും അവിടെ പ്രശ്നമുള്ള കാര്യമല്ല. എവറിത്തിങ് ഈസ് യൂസ്ലെസ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്രോസ് ഓഫ് ക്രൈസ്റ്റ്. ക്രൂശ് നമ്മളെ ഈ ലോകവുമായി സെപ്പറേറ്റ് ചെയ്യുന്ന കാര്യമാണ്. യഥാർത്ഥമായിട്ട് ഈ ലോകത്തിൽ നിന്ന് ഒരു ദൈവ പൈതലിന് ഒരു വേർപാട് വേണമെന്നുണ്ടെങ്കിൽ, വേർപെട്ട ജീവിതം വേണമെന്നുണ്ടെങ്കിൽ ക്രൂശിൽ കയറുവാനായ ദൈവത്തിൻ്റെ വചനത്തിൽ പറയുകയാണ്. കാരണം ക്രൂശിൽ കയറുന്നവന് മാത്രമേ ഈ ഭൂമിയിൽ നിന്ന് ഉള്ളൊരു വേർപാട് ലഭ്യമാകൂ എന്ന് ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശുമായി നമുക്കൊരു കൂട്ടായ്മ വേണമെന്നുണ്ടെങ്കിൽ നാമും ക്രൂശ് വഹിക്കുന്നവരായി തീരണമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ മോമെൻറ്റിൽ, ഈ ഒരു സീസണിൽ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു നാണക്കേടിൻ്റെ അവസ്ഥയിലൂടെ, ഒരു പ്രശ്നത്തിൻ്റെ അവസ്ഥയിലൂടെ, ഒരു രോഗത്തിൻ്റെ അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോവുകയാണെങ്കിൽ ലജ്ജിച്ചു പോകരുത്. നിങ്ങൾ പ്രശംസിക്കുവാൻ നിങ്ങൾ തുടങ്ങിയാൽ, കർത്താവിന് നിങ്ങൾ നന്ദി പറയുവാനായിട്ട് തുടങ്ങിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വെളിപ്പെടുത്തുന്നത് കാണുവാൻ സാധ്യമായി തീരും. കാരണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശുമായിട്ട് നമുക്കൊരു താരതമ്യം ചെയ്യുവാൻ, അതിനുമായി ഏകീഭവിക്കുവാനുള്ള ഒരു അവസരം നമുക്കുണ്ടാകുന്നത് ക്രൂശ് ചുമക്കുമ്പോഴാണെന്ന് ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു. ഈ ക്രൂശ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ വണ്ടറസ് ക്രോസ്. ഇത് അതിശയകരമായ ഒരു ക്രൂശാണ്. ദൈവം നമുക്ക് വേണ്ടി മരിക്കുന്ന കാഴ്ച, ദൈവപുത്രൻ നമുക്ക് വേണ്ടി ജീവനെ നൽകുന്ന കാഴ്ച, ദൈവത്തിൻ്റെ ദിവ്യ സ്വഭാവങ്ങൾ പ്രതിഫലിക്കുന്ന ക്രൂശ്, ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ സ്നേഹവും നിറഞ്ഞാടുന്ന ക്രൂശിനെ നമ്മൾ ധ്യാനിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു. ക്രൂശ് നമുക്ക് ഈ ഭൂമിയിൽ മാത്രമല്ല ഒരു മഹത്വമായി തീരേണ്ടത്. ഈ ഭൂമിയിൽ ക്രൂശ് ഒരു മഹത്വമായി തീരണം. ഈ ഭൂമിയിലെ ജീവിതത്തിൽ ഉടനീളം ഈ ക്രൂശിൻ്റെ മഹത്വം നമ്മൾ അനുഭവിക്കണം. നമ്മുടെ മരണത്തിലും ഈ ക്രൂശ് മുഖാന്തരം കർത്താവിൻ്റെ നാമം മഹത്വപ്പെടണം. അതുമാത്രമല്ല, നിത്യതയിലും നമുക്ക് മഹത്വം വരുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലൂടെ മാത്രമാണ്. ഐസക് വാട്സ് എന്ന് പറയുന്ന ഒരു വ്യക്തി 600ഓളം ഹിമ്മുകൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം എഴുതിയ ഹിമ്മിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹിമ്മാണ് വെൻ ഐ സർവേ ദ വണ്ടറസ് ക്രോസ്. ഈ ക്രൂശിനെ ഞാൻ ധ്യാനിക്കുന്ന സമയത്ത് ഞാൻ ഒന്നുമില്ലാതായിത്തീരുന്നു. എനിക്ക് പ്രശംസിക്കുവാൻ ഒന്നുമില്ല. ഈ ക്രൂശിൽ മാത്രം ഞാൻ നോക്കുകയാണ്. ഈ ക്രൂശിനെ മാത്രം ലക്ഷ്യമായി, അതിനപ്പുറത്ത് വെച്ചിട്ടുള്ള തേജസ്സിനെയും മഹത്വത്തെയും സന്തോഷത്തെയും ലക്ഷ്യമാക്കി ഞാൻ ഓടുകയാണ്. ആകയാൽ ദൈവ പൈതലേ, അധൈര്യപ്പെടരുത്. കർത്താവിന് വേണ്ടി നിൽക്ക്. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. കർത്താവിന് വേണ്ടി ക്ഷമിക്ക്. കർത്താവിന് വേണ്ടി സഹിക്ക്. കർത്താവിന് വേണ്ടി നിങ്ങളുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുക. നിങ്ങളെ തോൽപ്പിക്കുവാൻ ഈ ഭൂമിയിലെ ഒരു ശക്തിക്കും സാധ്യമല്ലെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളോട് ആലോചന പറയുന്നു. മഹാപുരോഹിതനേ,
ക്രൂശിൽ നോക്കി ഞാൻ ഈ ലോകാഡംബരങ്ങൾ നഷ്ടം നിന്ദ്യം എന്നേണുന്നേ. പ്രശംസയൊന്നു മാത്രമേ ക്രിസ്തേശുവിൻ മൃത്യു തന്നെ ചീറ്റിമ്പകാര്യം സർവവും തൻ്റെ രക്തത്തിനായി വീടുന്നേ. തൃക്കാൽക്കരം ശിരസിൽ നീ നോഴുകുന്നേ. സ്നേഹം ദുഃഖം ഇവയിൻ ബന്ധം അത്ഭുതം മുൾമൂടിയോ അതിസൃഷ്ടം. പ്രപഞ്ചമാകെ നേടി ഞാൻ ത്യജിക്കിലും മതി ആകാൻ ഈ ദിവ്യ സ്നേഹത്തിനു ഞാൻ എന്നെ മറ്റും നൽകിയിടണം. ക്ഷീണിക്കുന്നേരം ഞാൻ പാടും യേശുവിൻ ഗീതം.